ഹലോ ഓൾ, വെൽക്കം ടു ഈസി സ്കോട്ട്സ്. ഇറ്റ്സ് മീ ഹരിത. സോ കേട്ടറ്റ് എക്സാമും സെറ്റ് എക്സാമും ഒക്കെ അടുത്തു അല്ലേ? ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. നമുക്കിന്ന് സൈക്കോളജിക്കൽ തിയറീസ് എല്ലാം ഒന്ന് ഒറ്റ നോട്ടത്തിൽ ഓടിച്ചു പോകാം. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല തരുന്നത്. ഏതൊക്കെയാണ് ഓരോ തിയറികൾ, ആ തിയറിയുടെ അണ്ടറിൽ വരുന്ന മറ്റ് സൈക്കോളജിസ്റ്റുകൾ ആരൊക്കെയാണ്, അവരുടെ തിയറി ഏതാണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോകുകയാണ് നമ്മളിതിൽ. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റത്തെ തിയറിയാണ് തിയറീസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ രണ്ട് തിയറീസാണ് പറഞ്ഞിട്ടുള്ളത്. പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് ബ്രൂണേഴ്സ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ രണ്ട് തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, പിയാഷേസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. പിയാഷയുടെ തിയറിയിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് 4 സ്റ്റേജസിലൂടെയാണെന്നാണ് പിയാഷെ പറഞ്ഞിട്ടുള്ളത്. നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 4 സ്റ്റേജസ് ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ ലാസ്റ്റ് വൺ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ 4 സ്റ്റേജാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ അദ്ദേഹം പിയാഷെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ആണ് ബ്രൂണേഴ്സ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ബ്രൂണർ ഇവിടെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? 3 സ്റ്റേജസ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഈ 3 സ്റ്റേജസിലൂടെയാണ് ഒരാളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് ബ്രൂണർ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത തിയറിയിലേക്ക് പോവുകയാണ്. തിയറീസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് എറിക്സൻ്റെയും വൈഗോട്സ്കിയുടെയും ആണ്. എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തേതാണ് വൈഗോട്സ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി, അഥവാ സോഷ്യൽ ലേണിംഗ് തിയറി അല്ല, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറിയാണ്. അവിടെ മാറിപ്പോയതാണ്, സോറി കേട്ടോ. സോ ഈ 2 തിയറിയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറീസിൽ വരുന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഒന്ന് ജസ്റ്റ് എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എല്ലാ തിയറീസും കൂടി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണേ. സോ നമുക്ക് എറിക്സൻ്റെ തിയറി എന്താണെന്ന് നോക്കാം. എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. 8 സ്റ്റേജസ്, 8 ടൈപ്പാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 8 സ്റ്റേജസിലൂടെയാണ് ഒരാളുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് എറിക്സൺ പറഞ്ഞിട്ടുള്ളത്. എറിക്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോ ഈ 8 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ദെൻ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ദെൻ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. 4-മത്തേതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 5-മത്തേത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. 6-മത്തേതാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. 7-മത്തേതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. 8-മത്തേതാണ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. സോ ഈ 8 സ്റ്റേജസിലൂടെയാണ് ഒരാളുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഒരാൾക്ക് ഒരു സോഷ്യലിയാണ് ഒരാൾ ഡെവലപ്പ് ആവുന്നത്, അയാളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് സോഷ്യലി ആണ് എന്നാണ് എറിക്സൺ പറയുന്നത്. സോ ഈ 8 സ്റ്റേജസ് മറക്കാതെ, അത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്ത തിയറി, നമ്മൾ വൈഗോട്സ്കിൻ്റെ തിയറി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറയുമ്പോൾ നോക്കാം. സോ നമ്മൾ അടുത്ത തിയറിയിലേക്ക് പോവുകയാണ്. 3-മത്തെ തിയറീസാണ് പേഴ്സണാലിറ്റി തിയറീസ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന 5 അപ്രോച്ചസ് ആണ്. ടൈപ്പ് അപ്രോച്ച്, ട്രെയ്റ്റ് അപ്രോച്ച്, ടൈപ്പ് കം ട്രെയ്റ്റ് അപ്രോച്ച്, സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇനി ഓരോന്നും അതിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരും ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടൈപ്പ് അപ്രോച്ച്. ടൈപ്പ് അപ്രോച്ച് പറയുമ്പം 4 പേരാണ് മെയിനായിട്ട് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ, സൊമാറ്റോ ടൈപ്പാണ് ബൈ വില്യം ഷെൽഡൻ. ഇതിൻ്റെ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ ഈ അടുത്തിടെ വന്നിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. സോ ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ 3 ടേംസ് ആണ് എൻഡോമോർഫ്, മീസോമോർഫ്, എക്ടോമോർഫ്. അറിയാത്തവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 2-മത്തേതാണ് ടൈപ്പ് എ ആൻഡ് ബി ബൈ മേയർ ഫ്രീഡ്മാൻ. 3-മത്തേത് സ്പ്രാഞ്ചസ് ടൈപ്പ്. 4-മത്തേതാണ് എക്സ്ട്രോവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ ബൈ കാൾ യൂങ്. രണ്ടാമത്തേതാണ് ട്രെയ്റ്റ് അപ്രോച്ച്. 2 ആളുടെ തിയറിയാണ് ഇതിൽ വരുന്നത്. ആൽപോർട്ട്സ് തിയറി ആൻഡ്
കാറ്റിൽസ് തിയറി. ആൽപോർട്ടിൻ്റെ തിയറിയാണ് കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. ഈ 3 ട്രേറ്റുകളാണ് ആൽപോർട്ട് വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ തിയറി കാറ്റിലിൻ്റെയാണ്. കാറ്റിൽസ് തിയറിയിൽ 4 ട്രേറ്റുകളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണവ? കോമൺ ട്രേറ്റ്സ്, യൂണീക്ക് ട്രേറ്റ്സ്, സർഫസ് ട്രേറ്റ്സ്, ദെൻ ഫൈനലി സോഴ്സ് ട്രേറ്റ്സ്. അടുത്തത് ഏതാണെന്ന് നോക്കാം. ടൈപ്പ് കം ട്രേറ്റ് അപ്രോച്ച്. ഐസങ്കിൻ്റെയാണ് ഇതിൽ വരുന്ന തിയറി. ഐസങ്സ് ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി. അദ്ദേഹം 4 ഇമ്പോർട്ടൻറ്റ് ലെവലാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, രണ്ടാമത്തേതാണ് ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ, മൂന്നാമത്തേത് ട്രേറ്റ് ലെവൽ, നാലാമത്തേതാണ് ടൈപ്പ് ലെവൽ. അടുത്തത് ഏതാന്ന് നോക്കാം. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്. ആരുടെയാണിത്? യെസ്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡ്സ് സൈക്കോ അനലിറ്റിക്കൽ തിയറി. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നറിയപ്പെടുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. സോ ഇത് മറക്കാൻ ചാൻസ് ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, ദെൻ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഈ 3ഉം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പേഴ്സണാലിറ്റിൻ്റെ ഡൈനാമിക്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ മനസ്സിന് 3 തലങ്ങളാണ് എന്നാണ് ഫ്രോയിഡ് തൻ്റെ തിയറിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതേതൊക്കെയാണ്? കോൺഷ്യസ്, ദെൻ പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, മൂന്നാമത്തേതാണ് അൺകോൺഷ്യസ്. ഇത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഒരു മഞ്ഞുമലയൊക്കെ, ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മഞ്ഞുമലയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റി ഡൈനാമിക്സ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ എല്ലാവരും? ത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ആ പാർട്ടാണ് കോൺഷ്യസ് പാർട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ സർഫസ് ഏരിയയിലുള്ള, ആ സർഫസിലുള്ള ആ ഒരു പാർട്ടാണ് സബ് കോൺഷ്യസ് ഓർ പ്രീ കോൺഷ്യസ് പാർട്ട് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അൺകോൺഷ്യസ് പാർട്ട്, വെള്ളത്തിൻ്റെ അടിയിലേക്കുള്ള ഏറ്റവും കൂടുതലായി കിടക്കുന്ന ആ ഭാഗമാണ് അൺകോൺഷ്യസ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആ ഒരു മഞ്ഞുമലേൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അടുത്തത് അദ്ദേഹം പറയുന്നത് പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നാണ്. സോ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന 3 ടേംസ് കൊണ്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തേതാണ് തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് ഒരു 5 സ്റ്റേജസിലൂടെയാണ് ഫ്രോയിഡ് വിശദീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണവ? ഫസ്റ്റ് വൺ ഓറൽ സ്റ്റേജ്, രണ്ടാമത്തേത് ആനൽ സ്റ്റേജ്, മൂന്നാമത്തേത് ഫാലിക് സ്റ്റേജ്, നാലാമത്തേതാണ് ലാറ്റൻസി സ്റ്റേജ്, അഞ്ചാമത്തേതാണ് ജെനിറ്റൽ സ്റ്റേജ്. ഇതിലാണ്, ഈ ഫാലിക് സ്റ്റേജിലാണ് ഇലക്ട്രാ കോംപ്ലക്സ്, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന ടേംസ് ഒക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 സ്റ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. നമ്മളുടെ പേഴ്സണാലിറ്റി തിയറീസിലെ അണ്ടറിൽ വരുന്ന 5ാമത്തെ അപ്രോച്ചാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇതിൽ 2 പേരുടെ തിയറിയാണ് വരുന്നത്. മാസ്ലോസ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയും കാൾ റോജേഴ്സ് സെൽഫ് തിയറിയും. ഫസ്റ്റ് വൺ മാസ്ലോസ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു 5 നീഡ്സിനെ പറ്റിയാണ്. ഒരു മനുഷ്യന് വേണ്ട ബേസിക് നീഡ്സ് തൊട്ട് അയാൾ സെൽഫ് ആക്ച്വലൈസേഷൻ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് മാസ്ലോ തൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ നീഡ്സ്, രണ്ടാമത്തേതാണ് സേഫ്റ്റി നീഡ്സ്, മൂന്നാമത്തേത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, നാലാമത് വരുന്നതാണ് സെൽഫ് എസ്റ്റീം, അഞ്ചാമത്തേതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. അടുത്തതാണ് കാൾ റോജേഴ്സ് സെൽഫ് തിയറി. അദ്ദേഹത്തിൻ്റെ തിയറിയിലെ 2 ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് സെൽഫ് ആൻഡ് ഓർഗാനിസം. ഇനി നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോകാം. അടുത്ത തിയറിയാണ് മോറൽ ഡെവലപ്മെൻറ്റ്. മോറൽ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ് കോൾബർഗിൻ്റെ മോറൽ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഒരാളുടെ മോറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് അദ്ദേഹം തൻ്റെ തിയറിയിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. 3 ലെവൽസിലൂടെയാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത്. ഓരോ ലെവലിലും 2 സ്റ്റേജസ് കൂടിയുണ്ട്. സോ ഫസ്റ്റ് ലെവലാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി.
അതിൽ വരുന്ന 2 സ്റ്റേജസ് ആണ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ്, ദെൻ ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. രണ്ടാമത്തെ ലെവലാണ് കൺവെൻഷണൽ മൊറാലിറ്റി. അതിൽ വരുന്ന 2 സ്റ്റേജസ് ആണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. മൂന്നാമത്തെ ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. അതിൽ വരുന്ന 2 സ്റ്റേജസ് ആണ് സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ദെൻ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. സോ കോൾബർഗിൻ്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്തതാണ് തിയറീസ് ഓഫ് ലേണിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതായ തിയറീസാണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചധികം തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രയൽ ആൻഡ് എറർ തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്, ജെസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ് ഇൻസൈറ്റ്, ഫീൽഡ് തിയറി, പിയാഷെസ് തിയറി ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി, ബ്രൂണേഴ്സ് ഡിസ്കവറി ലേണിംഗ്, മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് തിയറി, തിയറി ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഞാനിപ്പോൾ ഈ തിയറീസൊക്കെ പറഞ്ഞപ്പം ആരുടെ തിയറീസാണ് ഇതൊക്കെ എന്ന് നിങ്ങളുടെ മൈൻഡിലൂടെ ചിലപ്പം കടന്നു പോയിട്ടുണ്ടാകും. സോ നമുക്ക് അത് ഓരോ തിയറിയും അതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി. ഇത് ആരുടെ തിയറിയാണ്? യെസ്, എഡ്വാർഡ് ലീ തൊണ്ടേക്ക്. തൊണ്ടേക്കിൻ്റെ തിയറിയാണ് അല്ലേ ട്രയൽ ആൻഡ് എറർ തിയറി. ഇതിന് മറ്റ് 3 പേരുകളുണ്ട്. SR ടൈപ്പ് തിയറി, തിയറി ഓഫ് കണക്ഷനിസം ആൻഡ് ഫൈനലി ബോണ്ട് തിയറി. അങ്ങനെ മൊത്തം 4 പേരുകളാണ് ഇതിനുള്ളത്. സോ ട്രയൽ ആൻഡ് എറർ തിയറി തൊണ്ടേക്കാണ് നടത്തിയത്. എക്സ്പെരിമെൻ്റ് എന്തിലായിരുന്നു തൊണ്ടേക്ക് നടത്തിയത്? യെസ്, കാറ്റിലാണ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി അദ്ദേഹം പറയുന്ന ഒരു 3 ലോസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ഫൈനലി ലോ ഓഫ് എഫക്റ്റ്. ഈ 3 ലോയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ദെൻ സബോർഡിനേറ്റ് ലോസും കൂടിയുണ്ട്. മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, പ്രീപൊട്ടൻസി ഓഫ് എലിമെൻറ്റ്സ്, റെസ്പോൺസ് ബൈ അനലോഗി ആൻഡ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇവയാണ് സബോർഡിനേറ്റ് ലോസ് ആയിട്ട് അദ്ദേഹം തൻ്റെ തിയറിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത തിയറി നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണ്? യെസ്, ഇവാൻ പാവ്ലോവ്. പാവ്ലോവിൻ്റെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഇതിൻ്റെ 2 മറ്റു പേരുകളാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി ആൻഡ് എസ് ടൈപ്പ് തിയറി. എക്സ്പെരിമെൻ്റ് നടത്തിയത് ഡോഗിലാണ്, പാവ്ലോവിൻ്റെ പട്ടി. ഓർമ്മയുണ്ടല്ലോ അല്ലേ, പാവ്ലോവിൻ്റെ പട്ടി. സോ ഇതിൽ 3 പ്രോസസ്സിലൂടെയാണ് അദ്ദേഹം തൻ്റെ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. ബിഫോർ കണ്ടീഷനിങ്, കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് USUR പറഞ്ഞിട്ടുള്ളത്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലി, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആൻഡ് CR എന്ന് പറയുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇതിൽ അദ്ദേഹം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റൻഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, സ്റ്റിമുലസ് ജനറലൈസേഷൻ, ദെൻ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. നമുക്ക് 3ാമത്തെ തിയറിയിലേക്ക് പോകാം. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആരുടെ തിയറിയാണ്? യെസ്, BF സ്കിന്നർ. സ്കിന്നിലാണല്ലേ ഓപ്പറേഷൻ ചെയ്തത്? മറക്കരുത്, സ്കിന്നിലാണ് ഓപ്പറേഷൻ ചെയ്തത്. സോ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ വക്താവാണ് BF സ്കിന്നർ. മറ്റ് പേരുകളാണ് റിവാർഡ് ലേണിംഗ് ആൻഡ് R ടൈപ്പ് ലേണിംഗ്, ദെൻ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. ഈ 3 പേരുകളാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിന് ഉള്ളത്. എക്സ്പെരിമെൻ്റ് നടത്തിയത് റാറ്റിലാണ്. ഈ തിയറിയിൽ അദ്ദേഹം റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. 2 തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതൊക്കെയാണ്? എലിസിറ്റഡ് റെസ്പോൺസ് ആൻഡ് എമിറ്റഡ് റെസ്പോൺസ്. പിന്നെ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെയും പണിഷ്മെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻസിനെ പറ്റിയും അദ്ദേഹം തൻ്റെ തിയറിയിൽ വിശദമായി പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ, BF സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത തിയറിയിലേക്ക് പോകാം. യെസ്, ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. 8 ടൈപ്സ് അല്ലെങ്കിൽ ലെവൽസ് ആണ് ഗാഗ്നെ തൻ്റെ തിയറിയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, ദെൻ പ്രോബ്ലം സോൾവിങ്. ഇങ്ങനെ ഒരു ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി
ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലാണ് അദ്ദേഹം ഓരോ സ്റ്റേജസും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 4 സ്റ്റേജസ് ബിഹേവിയറൽ ആസ്പെക്ട്സിനെയും പിന്നീട് വരുന്ന 4 സ്റ്റേജസ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനെയുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ ആരും പോകരുതേ. അടുത്ത തിയറിയിലേക്ക് പോകാം. ജെസ്റ്റാൾട്ട് തിയറി ഓഫ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. 3 ജർമ്മൻ സൈക്കോളജിസ്റ്റാണ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ആരൊക്കെയാണ്? മാക്സ് വേർത്തിമർ, വോൾഫ്ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്ക. ഈ 3 പേരാണ്, ഈ 3 ജർമ്മൻ സൈക്കോളജിസ്റ്റാണ് ജെസ്റ്റാൾട്ട് തിയറി ഓഫ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ 4 ലോസ് ആണ്. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ദെൻ ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി നമുക്ക് അടുത്ത ലേണിംഗ് തിയറിയിലേക്ക് പോകാം. യെസ്, ഫീൽഡ് തിയറിയാണ്. ഫീൽഡ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? കർട്ട് ലെവിൻ. 3 ടൈപ്പ് കോൺഫ്ലിക്റ്റുകളെ പറ്റിയാണ് അദ്ദേഹം തൻ്റെ തിയറിയിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ദെൻ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഫീൽഡ് തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത തിയറി പിയാഷെസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് പിയാഷെസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. നമ്മൾ ആദ്യം കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ പിയാഷെയും ബ്രൂണറിനെയും പഠിച്ചതാണ് അല്ലേ? അവിടെ നമ്മൾ സ്റ്റേജസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന തിയറി എങ്ങനെ ലേണിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം 4 ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ലേണിങ്ങുമായി ബന്ധപ്പെട്ട്. അത് ഏതൊക്കെയാണ്? സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് ഇക്വിലിബ്രേഷൻ. അടുത്തതാണ് ബ്രൂണറുടെ തിയറി, ബ്രൂണേഴ്സ് തിയറി ഓഫ് ഡിസ്കവറി ലേണിംഗ്. ഡിസ്കവറി ലേണിംഗ് ആരുടേതാണ്? ബ്രൂണറുടെയാണ്. ബ്രൂണറുടെ 3 സ്റ്റേജസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. യെസ്, ഈ 3 സ്റ്റേജസ് ആയിരുന്നു. ഇതിനെയാണ് അദ്ദേഹം മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 2 കാര്യങ്ങളായിരുന്നു ഡിസ്കവറി ലേണിംഗ് ആൻഡ് സ്പൈറൽ കരിക്കുലം. ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നത് ബ്രൂണറാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ കണ്ടെത്തി വേണം കുട്ടി പഠിക്കാൻ എന്നാണ് ബ്രൂണർ പറഞ്ഞത്. അപ്പം ടീച്ചർ ചെയ്യേണ്ടത് എന്താ? ടീച്ചർ ഒന്ന് ഗൈഡ് ചെയ്യാണ് വേണ്ടത്. സോ സ്കഫോൾഡിംഗ് എന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ബ്രൂണറാണ്. വൈഗോട്സ്കിയും സ്കഫോൾഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമായി സ്കഫോൾഡിംഗ് എന്ന ടേം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ബ്രൂണറാണ്. അടുത്തത് സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലത്തിനും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം. അടുത്ത തിയറിയിലേക്ക് പോകാം. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്. പി ഒസബലിൻ്റെയാണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്. ഇതിൻ്റെ മറ്റ് 2 പേരുകളാണ് റിസപ്ഷൻ ലേണിംഗ് തിയറി, സബ്സംഷൻ തിയറി. സോ 2 ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? ഒസബൽ പറയുന്നത്. ഏതൊക്കെയായിരുന്നു? മീനിങ്ഫുൾ വെർബൽ ലേണിങ്ങും റോട്ട് ലേണിങ്ങും. സോ മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ആണ് വേണ്ടത് എന്നാണ് ഒസബൽ പറയുന്നത്. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് നടക്കണമെങ്കിൽ അത് കുറച്ച് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കൊണ്ടുവരിക. അത് ഏതൊക്കെയായിരുന്നു? ഒരു 4 പ്രോസസ്സ് ആര് പറഞ്ഞിട്ടുണ്ട്? ഒസബൽ പറഞ്ഞിട്ടുണ്ട്. ഡെറിവേറ്റീവ് സബ്സംഷൻ, കോറിലേറ്റീവ് സബ്സംഷൻ, സൂപ്പർഓർഡിനേറ്റീവ് ലേണിംഗ്, കോമ്പിനറ്റോറിയൽ ലേണിംഗ്. ഈ 4 പ്രോസസ്സിലൂടെയാണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് നടത്തേണ്ടത്. സോ എങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പ്രാവർത്തികമാക്കും? അതിനുവേണ്ടി കൊണ്ടുവന്ന കുറച്ച് ടൂൾസാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. സോ ഏതൊക്കെയായിരുന്നു അത്? കമ്പാരറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, നരേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, ഗ്രാഫിക് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, ദെൻ സ്കിമ്മിങ്. അങ്ങനെ കുറച്ച് അഡ്വാൻസ് ഓർഗനൈസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും അദ്ദേഹം തൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി ബൈ ഒസബൽ. അടുത്ത തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. ആരുടെയായിരുന്നു? ആൽബർട്ട് ബന്ധൂരയുടെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി.
ഒബ്സർവേഷണൽ ലേണിംഗ് എന്നും മോഡലിംഗ് എന്നും ഈ തിയറി അറിയപ്പെടുന്നുണ്ട്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്നും മോഡലിംഗ് എന്നും ഈ തിയറി അറിയപ്പെടുന്നുണ്ട്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അദ്ദേഹം 4 പ്രോസസ്സ് വിശദമായി പറയുന്നുണ്ട്: അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ 4 പ്രോസസ്സുകളെ പറ്റി സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ആൽബർട്ട് ബന്ദൂര പറയുന്നുണ്ട്. അടുത്ത തിയറി ഏതാണെന്ന് നോക്കാം. തിയറി ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആരുടേതാണ്? കാൾ റോജേഴ്സിൻ്റെയാണ്. നമ്മൾ നേരത്തെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പഠിച്ചപ്പം അതിൽ കാൾ റോജേഴ്സിൻ്റെ സെൽഫ് തിയറി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതേപോലെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇവിടെ അദ്ദേഹം 2 ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ലേണിങ്ങും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും. കോഗ്നിറ്റീവ് ലേണിംഗ് എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അക്കാദമിക് വെർബൽ ലേണിംഗ്, വൊക്കാബുലറി ലേണിംഗ് ഒക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആണ്. സോ നമ്മൾ അവസാനത്തെ തിയറിയിലേക്ക് കടക്കുകയാണ്. തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. നമ്മുടെ ലേണിംഗ് തിയറിയിലെ അവസാനത്തെ തിയറിയാണ് തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ആരാണ് ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നറിയപ്പെടുന്നത്? യെസ്, വൈഗോട്സ്കി അല്ലേ. സോ ഈ തിയറി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ലവ് വൈഗോട്സ്കിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് മോർ നോളജബിൾ അതർ, MKO, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD, ദെൻ ലാംഗ്വേജ്. ഈ 3 കാര്യത്തിന് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൊടുക്കുന്നുണ്ട്. മോർ നോളജബിൾ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു കുട്ടിക്ക് അവനേക്കാളും അറിവ് പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ അവന് അറിവ് ലഭിക്കുന്ന ഒരാൾ, അതാണ് MKO എന്നതുകൊണ്ട് നമ്മുടെ വൈഗോട്സ്കി ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ ടീച്ചറാകാം, അല്ലെങ്കിൽ പാരൻസ് ആവാം, പിയേഴ്സ് ആകാം, അല്ലെങ്കിൽ ടെക്നോളജി നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നത്, അങ്ങനെ ആരുമാകാം. അതാണ് മോർ നോളജബിൾ അതർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ZPD എന്ന് പറയുന്നത്? യെസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഫോർ ഹിംസെൽഫ് ആൻഡ് ഹി ക്യാൻ ഡു. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അവിടെ അദ്ദേഹം സ്കഫോൾഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ടീച്ചർ അല്ലെങ്കിൽ MKO എന്ന് പറയുന്നത്, മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത് ഒരു സ്കഫോൾഡറാണ്. ഓക്കെ, സോ ലാംഗ്വേജ് ആണ് മൂന്നാമത് വരുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സ്റ്റേണൽ ഓർ സോഷ്യൽ സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച്, ഇന്നർ സ്പീച്ച്. അങ്ങനെ 3 തരത്തിലുള്ള ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് വേണ്ടത് എന്നാണ് അദ്ദേഹം തൻ്റെ തിയറിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ കുറച്ച് തിയറീസ് നമ്മൾ പെട്ടെന്ന് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് നോക്കി പോയിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇൻ്റലിജൻസ് തിയറി ഒന്നും പറഞ്ഞിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻ്റലിജൻസ് തിയറിയും കൂടി പറയാം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.